ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു. ഈശോ മിശിഹായുടെ തിരുവുത്ഥാനം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ വാക്കുകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈശോ മിശിഹ ഉത്ഥാനം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാണ്. അത്രമാത്രം അടിസ്ഥാനപരമായ ഒരു വിശ്വാസ സത്യമാണ് ഈശോ മിശിഹായുടെ ഉയർപ്പ്. സഭയുടെ വിശ്വാസത്തിന് മുഴുവൻ കേന്ദ്രം അതാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ആണിക്കല്ലാണ് ഈശോ മിശിഹായുടെ ഉയർപ്പ്. ഈശോയുടെ ഉയർപ്പ് തിരുനാളാണ് സഭയിലെ ഏറ്റവും വലിയ തിരുനാളും. ഈശോയുടെ കബറിടത്തെക്കുറിച്ച് ശ്രദ്ധേയനായ പ്രഭാഷകനും പണ്ഡിതനുമായ ഫുട്ടൻഷീനിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഭൂമിക്കേറ്റ ഏറ്റവും മാരകമായ മുറിവാണ് മിശിഹായുടെ കല്ലറ എന്നത്. വളരെ ചിന്തോദ്ദീപകമാണത്. ഭൂമിക്കേറ്റ മാരകമായ മുറിവ്. ആ മാരകമായ മുറിവ് ഉണ്ടാക്കുന്നതിൻ്റെ പിറകിൽ പ്രഭുത്വങ്ങളും അധികാരങ്ങളും പാപവും അടിമത്തവും അഹന്തയുൾപ്പെടുന്ന എല്ലാ തിന്മകളും സഹനവും മരണവും എല്ലാം ഒത്തുചേരുന്നു. അങ്ങനെയാണെങ്കിൽ ഈശോ മിശിഹായുടെ ഉത്ഥാനം പ്രത്യാശയുടെ മുനമ്പാണ്. അല്ലെങ്കിൽ ഈശോ മിശിഹായുടെ തുറക്കപ്പെട്ട കല്ലറ, ഉത്ഥിതൻ്റെ കല്ലറ പ്രത്യാശയുടെ മുനമ്പാണ്. മനുഷ്യനിന്ന് തകരുന്നത് പ്രത്യാശയില്ലാതെയാണ്. ഒരുപാട് സംഘർഷങ്ങളിൽ തകർന്നു പോകുന്ന മനുഷ്യ ജീവിതങ്ങളെ നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. നിരാശയിലും പലതരത്തിലും ഉത്തരം കിട്ടാത്ത സങ്കടങ്ങളുടെ സമസ്യകളിലും അകപ്പെട്ടു പോകുന്ന മനുഷ്യ ജീവിതങ്ങളുടെ എണ്ണം ഇന്ന് വല്ലാതെ കൂടി വരുന്നു. പ്രതീക്ഷകളോടെ സ്വപ്നങ്ങളോടെ ഇറങ്ങിത്തിരിച്ചവരൊക്കെ പെട്ടെന്ന് തകർന്നു പോകുന്നു. എല്ലാം നഷ്ടപ്പെട്ടവരായി മാറുന്നു. സഹനങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് ജീവിതത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ ഉത്തരമില്ലാതെ വല്ലാതെ തളർന്നു പോകുന്നു. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങാതെ വരുമ്പോൾ, രോഗങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ, സാമ്പത്തിക തകർച്ചകളുണ്ടാകുമ്പോൾ എല്ലാം തീർന്നു പോകുന്നത് പോലത്തെ പ്രതിസന്ധിയിൽ ആളുകൾ അകപ്പെട്ടു പോകുന്നു. അതല്ലെങ്കിൽ അധികാരവും അടിമത്തവും അനീതിയും ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പലതരത്തിലും വ്യക്തികളുടെ ജീവിതങ്ങളെ തകർത്ത് കളയുന്നു. ഈ തകർച്ചകളിൽ നിന്നെല്ലാം ഒരു വിമോചനമുണ്ടോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴാണ് ഈശോ മിശിഹായുടെ ഉത്ഥാനമെന്ന ആ രക്ഷാകര സന്ദേശം അവിടെ സന്ദേശമായി മാറുന്നത്. ആ അർത്ഥത്തിൽ പ്രത്യാശയുടെ മുനമ്പാണ് മിശിഹായുടെ ഉത്ഥിതൻ്റെ തുറക്കപ്പെട്ട കല്ലറ. അത് രക്ഷയിലേക്കുള്ള, നിത്യരക്ഷയിലേക്കുള്ള കവാടമായിട്ട് മാറുന്നു. ഉത്ഥിതൻ്റെ കല്ലറ നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്കുള്ള കവാടമായിട്ട് മാറുന്നു എന്ന നിരീക്ഷണം പ്രധാനപ്പെട്ടതല്ലേ? കാരണം മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ഒതുങ്ങുന്നതല്ലെന്നുള്ള ഒരു അടിസ്ഥാനപരമായ ദർശനം, അതിൻ്റെ സമഗ്രതയിലാണ് ജീവിതത്തെ കാണേണ്ടത്. നമ്മളൊക്കെ ഈ ഭൂമിയിലെ തീർത്ഥാടകരാണെന്നുള്ള അടിസ്ഥാനപരമായ ചിന്ത, അത് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നതാണ്. ഈ ഭൂമിയിൽ തീരുന്നതല്ല ജീവിതം. എല്ലാം കടന്നു പോകും. സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടും കണ്ണുനീരും അടിമത്വവും എന്തു തന്നെ ആയിരുന്നാലും എല്ലാം കടന്നു പോകും. കടന്നു പോവുക മാത്രമല്ല, കടന്നു പോകുന്നത് ഒരു പ്രത്യാശയുടെ തീരത്തേക്കാണ്. വലിയൊരു പ്രതീക്ഷയുടെ നാളമാണ് ഇവിടെ കത്തി ജ്വലിച്ചുയരുന്നത് എന്ന ചിന്ത. ഇനി അത് മരണശേഷമുള്ള ഒരു പ്രത്യാശയെക്കുറിച്ച് മാത്രമല്ല, അത് പ്രത്യാശയുടെ പൂർണ്ണതയായ നിത്യരക്ഷയും സ്വർഗവും ഒക്കെ. പക്ഷേ ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിൻ്റെ അനുഭവം കർത്താവിൻ്റെ കുരിശ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മിശിഹായിൽ ആശ്രയിക്കുമ്പോൾ സഹനങ്ങൾ തന്നെ അനുഗ്രഹങ്ങളായി മാറുന്നു. സഹനങ്ങൾക്കപ്പുറത്ത് മറഞ്ഞു കിടക്കുന്ന നിധി കണ്ടെത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കുരിശുമരണത്തിൻ്റെ അപ്പുറത്തുള്ള ഉത്ഥാനം നൽകുന്ന സന്ദേശം. ഒരു പീഡാനുഭവ വെള്ളിയാഴ്ചയും അന്ത്യമല്ല, ഒരു ഉയർപ്പ് ഞായറാഴ്ച അടുത്തു തന്നെ ഉണ്ടെന്നുള്ളതാണ് സത്യം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം. അഴിഞ്ഞു കഴിഞ്ഞാലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് സഹനങ്ങൾ ഒരു സമർപ്പണമായി മാറുമ്പോൾ, സഹനങ്ങൾ സ്നേഹ സമ്മിശ്രിതമായി മാറുമ്പോൾ, സഹനങ്ങളിൽ
വിശ്വാസം നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനപ്പുറത്ത് നന്മയുടെ ഫലങ്ങൾ രൂപപ്പെട്ടു വരും. അതൊരു വലിയ പ്രത്യാശയാണ്. സഹനങ്ങൾ രക്ഷാകരമാണെന്നുള്ളതാണ് ഈശോ നൽകുന്ന വലിയ സന്ദേശം. രക്ഷാകരമാക്കി നമ്മുടെ സഹനങ്ങളെ മാറ്റാൻ കഴിയണം എന്നുള്ളതാണ് ഉത്ഥാന തിരുനാൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. മഗ്ദലക്കാരി മറിയത്തിൻ്റെ കാര്യം എടുക്കൂ. മഗ്ദലക്കാരി മറിയവും കൂട്ടുകാരും കൂടി ഉത്ഥാന ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ കല്ലറയിലേക്ക് ഒരുപാട് സങ്കടങ്ങളുമായിട്ട് പോവുകയാണ്. അവർക്ക് ഒന്നുകൂടി ചെന്ന് കരയണം. അവിടെ ആ കല്ലറയുടെ അടുത്ത് ചെന്നെത്തി കരയണം. ഒന്നുകൂടി പഴയ ഓർമ്മകളൊക്കെ പുതുക്കിയെടുക്കണം. കണ്ണീരോർമ്മകളുമായിട്ട് നിറമെഴികളോടുകൂടി പ്രഭാതത്തിൽ യാത്രയാകുന്ന മഗ്ദലക്കാരി മറിയം. ആര് നമുക്ക് വേണ്ടി കല്ലറയുടെ കല്ലുരുട്ടി മാറ്റും എന്നൊരു സംശയം മാത്രം ബാക്കി നിൽക്കുമ്പോഴും അവൾക്ക് വലിയൊരു പ്രത്യാശ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ വിശ്വസിച്ചവൻ, ഞാൻ ആരിലാണ് പ്രത്യാശ വെച്ചത്, ആ വ്യക്തി എന്നെ കാണും എന്നൊരു ചിന്ത മനസ്സിൽ കാണാം. ഒരുപക്ഷെ ഉത്ഥാനത്തെക്കുറിച്ചൊന്നും മനസ്സിൽ വിചാരമില്ലെങ്കിൽ പോലും ഒരു വിശ്വാസവും സ്നേഹത്തിൻ്റെ ഒരു ഉള്ളിലുള്ള തിരത്തള്ളലും അതാണ് അവളെ അങ്ങോട്ട് നയിക്കുന്നത്. ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്ന് പറയുമ്പോഴും അവിടെ നിൽക്കുന്നില്ല യാത്ര, നേരെ കല്ലറയിലെത്തുന്നു. അങ്ങനെ ഉത്ഥിതൻ്റെ കല്ലറയിലെത്തുമ്പോൾ പിന്നെ കണ്ടുമുട്ടുന്നത് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. കണ്ടുമുട്ടുന്നത് ഉത്ഥിതനെ തന്നെയാണ്. ഉത്ഥിതനായ മെശിഹായെ കണ്ടുമുട്ടുന്ന വലിയ സന്തോഷത്തിലേക്കാണ് ആ യാത്ര ചെന്നെത്തുന്നത്. അടയ്ക്കപ്പെട്ട കവാടങ്ങളൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാണ്. അതെല്ലാം തുറക്കപ്പെടും. കണ്ണുനീരിൻ്റെ ചാലുകളിലൂടെയും വിടവുകളിലൂടെയും അവൾ നോക്കിക്കണ്ടത് ഉത്ഥാനത്തിൻ്റെ പ്രകാശമാണ്. ഉത്ഥാനത്തിൻ്റെ പ്രഭയും ആനന്ദവുമാണ് അവൾ അനുഭവിച്ചറിയുന്നത്. അതൊരടയാളമാണ്. മഗ്ദലക്കാരി മറിയം എന്ന വ്യക്തി ഒരു അടയാളമായിട്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇറങ്ങി വരുന്നുണ്ട്. അല്ലെങ്കിൽ ധ്യാന വിഷയമാക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ കണ്ണുനീരിൻ്റെ വിടവുകൾ ഉത്ഥിതനെ കാണാനുള്ള കാഴ്ചപ്പാടുകളായി മാറണം. ഉത്ഥിതനെ തിരിച്ചറിയാനുള്ള വെളിച്ചം അതിലൂടെ നമുക്ക് ലഭിക്കണം. കണ്ണുനീരിൽ ഒടുങ്ങാനുമുള്ളതല്ലേ ജീവിതം. മറിച്ച് കണ്ണുനീരിനപ്പുറത്തുള്ള ഒരു യാത്ര നമുക്കുണ്ട്. അതിനപ്പുറത്ത് പ്രത്യാശയുടെ ഒരു മുനമ്പ് നമ്മെ കാത്തിരിപ്പുണ്ട് എന്നുള്ള സന്ദേശമാണ് സുപ്രധാനമായിട്ടും ഈ ഒരു യാത്ര, മഗ്ദലക്കാരി മറിയത്തിൻ്റെ സന്ദർശനം നമുക്ക് തരുന്നത്. ജീവിതത്തെ അങ്ങനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ, ഈശോ മിശിഹായെ കണ്ടുമുട്ടിയപ്പോൾ ഏറ്റവും വലിയ നിധി കിട്ടിയ വ്യക്തിയെപ്പോലെ, ജീവിതത്തിൻ്റെ പരമാനന്ദം അനുഭവിച്ചറിഞ്ഞതുപോലെയാണ് അവൾ പിന്നെ അവിടുന്ന് മടങ്ങുന്നത്. അതൊരു പ്രേക്ഷിതയായിട്ടാണ് ആ മടക്കം. കണ്ടുമുട്ടി അനുഭവിച്ചറിഞ്ഞ നിത്യസത്യത്തെ ശിഷ്യഗണങ്ങളോടും മറ്റുള്ളവരോടും പറയാനുള്ള ആനന്ദത്തോടു കൂടിയാണ് ആദ്യത്തെ പ്രേക്ഷിത അവിടെ നിന്നും മടങ്ങുന്നത്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പാണ്. നമ്മൾ അറിയുന്ന, സഭയിലൂടെ നമ്മൾ അറിയുന്ന, കണ്ടുമുട്ടുന്ന ഈശോ മിശിഹായെ, വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും തിരുവചനത്തിലുമൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന, പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഉത്ഥിതനായ മിശിഹായെ, ആ സ്നേഹത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടുകൂടി മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനുള്ള ദൗത്യം അത് നമുക്കെല്ലാം ഉണ്ട്. ഓരോ വിശ്വാസിയുടെയും ദൗത്യമാണ് ഈ പ്രേക്ഷിത ദൗത്യം. അനുഭവിച്ചറിഞ്ഞ ആ സദ്വാർത്തയെ, അനുഭവിച്ചറിഞ്ഞ ഉത്ഥാനത്തിൻ്റെ ദൂത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക. അത് പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ദൂതാണ്. ആർക്കും നശിപ്പിക്കാനാവാത്ത, ആർക്കും ഇല്ലെന്നാക്കാനാവാത്ത, ആർക്കും പൂട്ടിവെക്കാനാവാത്ത ഏത് ശക്തിക്കാണേലും, സഹനത്തിനാണേലും മരണത്തിനാണേലും ഏത് അടിമത്തങ്ങൾക്കാണേലും ഒരിക്കലും പൂട്ടിവെച്ച് മറച്ചു വെക്കാനാവാത്ത ആ വലിയ ഒരു പ്രത്യാശയുടെ സന്ദേശം, അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പ്രഘോഷിക്കുവാൻ ഈ ഉയർപ്പ് തിരുനാൾ നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു ജീവിതം സന്തോഷത്തോടെ, പ്രത്യാശയോടെ, സമാധാനത്തോടെ ജീവിക്കുവാനും അത് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി മാറുവാനും ഇടയാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു.